ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മൾ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് കിഡോണക്സിക്കാണ്. ഓൾറെഡി ഉമ്മ വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സെയിം വണ്ടി അനിയത്തിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ വണ്ടിയായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാറ്റിയിട്ട് ആ യെല്ലോ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ മഗ്‌രിബിന് ശേഷമാണെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ മീൻസ് 3:30-4 മണിയായപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിഡോണക്സിൽ കയറിയ സമയം കൊണ്ട് താത്ത അക്ഷയ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തുനെ നമ്മളെ കൂടെ നിർത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. താത്ത വരുന്ന വരെ പാത്തുനെ കരയിപ്പിക്കാതിരിക്കൽ ഇന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഓരെ കണ്ട വണ്ടിയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഓരെ എന്റർടൈൻ ചെയ്യലായിരുന്നു കേട്ടോ ഇന്റെ പണി. പിന്നെ താത്ത വന്ന ഉടനെ നമ്മൾ ഷർഫിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ടാന്ന് അറിയില്ല, ഭയങ്കര മഴയായിരുന്നു അന്നത്തെ ദിവസം. രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കാത്ത മഴയായിരുന്നു കേട്ടോ. ആദ്യക്ക് പിന്നെ അവിടെ എത്തിയ ഉടനെ ഈ വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈ ദ ബൈ ഈ വണ്ടി ഉമ്മാന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഞാനൊരു ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. താത്താന്റെ വക ഊഞ്ഞാലായിരുന്നു. അനിയത്തി അവൾക്ക് വേണ്ടിയിട്ട് 2 കുർത്തി അടിപ്പിക്കാൻ വേണ്ടി മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി പീസ് കൊണ്ട് പാത്തൂന് ഒരു ഫ്രോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ആ യെല്ലോ കളറും മെറൂൺ കളറും വേറെ വേറെ കുർത്തിന്റെ മെറ്റീരിയൽ ആണ്. പക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായി. ഓൻ ആരപ്പേലും ഇരുന്ന ഓട്ടു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാന്ന് വിചാരിച്ചു. പരിപാടികൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഗോൾഡൻ തീമിലാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ബേസ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ബ്ലാങ്കറ്റ് ആയിരുന്നു. അത് ആദ്യം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെക്കറേഷൻ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ നോക്കി റെഫറൻസ് എടുത്ത് ചെയ്തതാട്ടോ. ലാസ്റ്റ് നമ്മൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേന്റെ ബാനർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പകരം ഈ വണ്ണിന്റെ ഒരു ബലൂൺ മാത്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഗ്രീൻ കളറും വൈറ്റ് കളറും ഒരു കർട്ടൻ ഒക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ലാസ്റ്റ് ഒരു സിമ്പിൾ ഡെക്കറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അനിയത്തിന്റെ മെയിൻ ജോലി എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കലേന്നു കേട്ടോ. ഇതൊക്കെ അനിയത്തി എടുത്ത വീഡിയോസ് ആണ്. അവസാനം നമ്മൾ ഫൈനലൈസ് ചെയ്ത ഡെക്കറേഷൻ ഇതേന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ കുറേ നേരം നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഗസ്റ്റും വന്നിട്ടല്ലേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ. അങ്ങനെ പിന്നെ കുറച്ച് നേരം സിറ്റൗട്ടിൽ ഇരുന്ന് വരുന്നവരൊക്കെ കണക്കെടുക്കലായിരുന്നു. ഈ വരുന്ന കുട്ടികൾ ഷർഫുവിന്റെ ഓട്ടോയിൽ പോകുന്ന കുട്ടികളാട്ടോ. അത് ഷർഫു ട്രിപ്പായിട്ട് ഓടുന്നുണ്ട് സ്കൂൾ കുട്ടികളെ വെച്ചിട്ട്. ആ കുട്ടികളായിരുന്നു. ആ ഒരു സമയമായപ്പോഴേക്ക് അനിയത്തി റെഡി ആയിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളി ഒരു ഓഫ് വൈറ്റ് പാർട്ടി വെയർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ കോസ്റ്റ്യൂം ഫുള്ള് താത്താന്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഷർഫുവിന്റെ ഒരേ ഒരു പെങ്ങളെ ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ലേസ് ബേബിയാണിത്. ഇത് താത്താന്റെ 3ാമത്തെ കുട്ടിയാട്ടോ. എന്റെ താത്താന്റെ ഇങ്ങനെ കൊടുക്കേ കിസ് കൊടുക്കേ. ഇങ്ങനെ പ്ലെയിൻ കിസ് എന്നാ വലിയ മൂത്തച്ചി ഞങ്ങളെ കുട്ടിന്റെ ബർത്ത്ഡേയാണ്. രണ്ടാമത്തെ മൂത്തച്ചി അതിന്റെ മൂത്താപ്പ. ഹായ് പറഞ്ഞ അതിന്റെ ബർത്ത്ഡേക്ക് ഒന്ന് ഷാർപ്പോ അന്റെ കുട്ടീന്റെ ബർത്ത്ഡേ എനിക്ക് എന്താ പറയാനുള്ളത്? കുറെ പൈസ പൊടിഞ്ഞു എന്നല്ലാതെ ഒന്നും പറയാ. ഈ കാക്കാനെ കാണിച്ചാതൊരു വ്ളോഗിന്റെ പൂർണ്ണാവൂല ഈ പെരീത്തെ. നിങ്ങളെ ചോദിച്ചാൽ തുടങ്ങിയോളൂ സബ്സ്ക്രൈബേഴ്സ് എവിടെ കാക്കോടെ. ആദ്യേ ബർത്ത്ഡേ പോയാണോ? എന്റെ ബർത്ത്ഡേ ആണോ? പിന്നെ മുത്തമാനെ തല്ലാൻ പാടില്ല കേട്ടാ. കുഞ്ഞോള് വന്നിട്ടുണ്ട് ഗായ്സ്. നമ്മളെ കഴിഞ്ഞ വ്ളോഗത്തെ പുതിയ മണവാട്ടി. ഏകദേശം എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂട്ടിലങ്ങാടുള്ള ഒരു ഹോം ബേക്കറിനെ കേട്ടോ. ഈ ഒരു സെയിം സ്ഥലത്ത് നിന്ന് തന്നെ കേട്ടോ നമ്മൾ സേനുവിന്റെ 2ാമത്തെ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും സെറ്റായി നിൽക്കൽ തുടങ്ങി.
കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ജോലി താത്ത ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ഓർഡർ ചെയ്ത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിലായിരുന്നു കേട്ടോ നമ്മൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര മെൽറ്റായി പോകുന്ന പോലത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേക്ക് കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഉള്ളിലാണ് കേട്ടോ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലേസ് വേബിനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കിയത് കണ്ടോണ്ട് തന്നെ എൻ്റെ മുഖത്തേക്കൊന്നല്ല നോക്കിയിട്ടുണ്ടായിരുന്നത്, ഫുൾ ടൈം ഫോണിൽ കാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് വീട്ടുകാരെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.